ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് അളവിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് വലിയ അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബീൻസ്, ക്യാരറ്റ്, സവാള, ക്യാബേജ്, പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഇവിടെ പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 തരം സോസാണ്. ഒന്ന് സോയാ സോസ്, ഡാർക്ക് സോയാണ് എൻ്റെ അടുത്തുള്ളത്, പിന്നെ ഗ്രീൻ ചില്ലി സോസ്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പൂവരുത്, ഒന്നൊന്ന് വിട്ട് നിൽക്കണം. എപ്പോഴും നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ വേവിച്ച് ഒന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു വോക്ക് എടുക്കുക. അതിലേക്ക് ഒരു പിടി സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞ്. 50 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ഒരു പോർഷന് വേണ്ടി ഒരു പിടി ഇട്ട് കൊടുക്കാം. ബീൻസും ക്യാരറ്റും സവാളയും ക്യാബേജും എല്ലാം ഒരേ പിടി, ഒരു പോർഷനാണ് കേട്ടോ. ഒരു പ്ലേറ്റിൻ്റെ ഒരു പോർഷനായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഒരുമിച്ച് കൂട്ടി ഇടാക്കാതിരിക്കാൻ ശ്രമിക്കണം. പച്ചമുളകും അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് കൊടുക്കരുത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് തന്നെ വേവിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും കുറച്ച് നേരം നമ്മൾ തണുപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ ഈ വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ അളവ് കുറവുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. കണ്ടോ, ചോറ് ഒന്നൊന്ന് തൊടാതെ വിട്ട് നിൽക്കുന്നത്. ഈ ഒരു അളവിൽ തന്നെയാണ് നമുക്ക് വേവിച്ച് കിട്ടേണ്ടത് കേട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന അളവിൽ ചോറ് വേവിക്കരുത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടോ, നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല ഫ്രൈ പോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. നമ്മൾ വെജിറ്റബിൾസും ഇതെല്ലാം സോസെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ട് ഫ്ലെയിം കയറ്റി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നൊന്ന് തൊടാതെ ഇങ്ങനെ വിട്ട് നിൽക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഈ ചോറ് വേവിക്കുമ്പം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും വേവിച്ച് തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കേട്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.